2 ശമൂവേൽ 3-ാം അധ്യായം. ശൗലിൻ്റെ ഗൃഹവും ദാവീദിൻ്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗൃഹം ക്ഷയിച്ചും വന്നു. ദാവീദിന് ഹെബ്രോനിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. ഇസ്രായേൽക്കാരത്തിയായ അഹീനോവം പ്രസവിച്ച അമ്നോൻ അവൻ്റെ ആദ്യജാതൻ. കർമ്മേല്യൻ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബീഗയിൽ പ്രസവിച്ച കിലെയാബ് രണ്ടാമത്തവൻ. ഗഷൂർ രാജാവായ തൽമയുടെ മകൾ മയകയുടെ മകനായ അബ്ശാലോം മൂന്നാമത്തവൻ. ഹഗ്ഗീത്തിൻ്റെ മകനായ അദോനിയാവ് നാലാമത്തവൻ. അബീതാലിൻ്റെ മകനായ ശെഫത്യാവ് അഞ്ചാമത്തവൻ. ദാവീദിൻ്റെ ഭാര്യയായ എഗ്ല പ്രസവിച്ച ഇത്രയം ആറാമത്തവൻ. ഇവരാകുന്നു ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ. ശൗലിൻ്റെ ഗൃഹവും ദാവീദിൻ്റെ ഗൃഹവും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന കാലത്ത് അബ്നേർ ശൗലിൻ്റെ ഗൃഹത്തിൽ തന്നെ താൻ ബലപ്പെടുത്തിയിരുന്നു. എന്നാൽ ശൗലിന് അയ്യാവിൻ്റെ മകളായ റിസ്പ എന്നു പേരുള്ളൊരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. ഈശ്ബോശത്ത് അബ്നേരിനോട്, നീ എൻ്റെ അപ്പൻ്റെ വെപ്പാട്ടിയുടെ അടുക്കൽ ചെന്നത് എന്തെന്ന് ചോദിച്ചു. അബ്നേർ ഈശ്ബോശത്തിൻ്റെ വാക്ക് നിമിത്തം ഏറ്റവും കോപിച്ച് പറഞ്ഞത്, ഞാൻ യഹൂദ പക്ഷത്തിലുള്ള ഒരു നായ്ത്തലയോ? ഇന്നു ഞാൻ നിൻ്റെ അപ്പനായ ശൗലിൻ്റെ ഗൃഹത്തോടും അവൻ്റെ സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ദയ കാണിക്കുകയും നിന്നെ ദാവീദിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്തിരിക്കെ ഇന്ന് ഈ സ്ത്രീ നിമിത്തം നീ എന്നെ കുറ്റം ചുമത്തുന്നുവോ? ശൗലിൻ്റെ ഗൃഹത്തിൽ നിന്ന് രാജ്യത്വം മാറ്റുകയും ദാവീദിൻ്റെ സിംഹാസനം ദാൻ മുതൽ ബർഷേബ വരെ ഇസ്രായേലിലും യഹൂദയിലും സ്ഥാപിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം യഹോവ ദാവീദിനോട് സത്യം ചെയ്തതുപോലെ ഞാൻ അവന് സാധിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ദൈവം അബ്നേരിനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. അവൻ അബ്നേരിനെ ഭയപ്പെടുക കൊണ്ട് അവനോട് പിന്നെ ഒരു വാക്കും പറവാൻ കഴിഞ്ഞില്ല. അനന്തരം അബ്നേർ ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, ദേശമാർക്കുള്ളത് എന്നോട് ഉടമ്പടി ചെയ്യുക, എന്നാൽ എല്ലാ ഇസ്രായേലിനെ നിൻ്റെ പക്ഷത്തിൽ വരുത്തേണ്ടതിന് എൻ്റെ സഹായം നിനക്കുണ്ടാകുമെന്ന് പറയിച്ചു. അതിനവൻ, നല്ലത്, ഉടമ്പടി ചെയ്യാം. എന്നാൽ ഞാനൊരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നു. നീ എന്നെ കാണുവാൻ വരുമ്പോൾ ആദ്യം തന്നെ ശൗലിൻ്റെ മകളായ മീകളിനെ കൂട്ടിക്കൊണ്ടു വരാതിരുന്നാൽ നീ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിൻ്റെ മകനായ ഈശ്ബോശത്തിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാനൊരു വിവാഹ നിശ്ചയത്തിന് ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മം കൊടുത്ത് വാങ്ങിയ എൻ്റെ ഭാര്യയെ മീകളിനെ ഏൽപ്പിച്ചു തരിക എന്ന് പറയിച്ചു. ഈശ്ബോശത്ത് അവളെ ലയീഷിൻ്റെ മകനായി അവളുടെ ഭർത്താവായ ഫൽത്തിയേലിൻ്റെ അടുക്കൽ നിന്ന് വരുത്തി. അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹൂരീം വരെ അവളുടെ പിന്നാലെ വന്നു. അബ്നേർ അവനോട്, നീ മടങ്ങിപ്പോക എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. എന്നാൽ അബ്നേർ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ചു, ദാവീദിനെ രാജാവായി കിട്ടുവാൻ കുറേ കാലമായല്ലോ നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യുവിൻ. ഞാൻ എൻ്റെ ദാസനായ ദാവീദിൻ്റെ കൈകൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫെലിസ്ത്യർ മുതലായ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് യഹോവ ദാവീദിനെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അബ്നേർ ബെന്യാമീന്യരോടും പറഞ്ഞു. പിന്നെ അബ്നേർ ഇസ്രായേലിനും ബെന്യാമിൻ ഗൃഹത്തിനൊക്കെയും സമ്മതമായതെല്ലാം ദാവീദിനോട് അറിയിക്കേണ്ടതിന് ഹെബ്രോനിൽ പോയി. ഇങ്ങനെ അബ്നേരും അവനോടുകൂടെ 20 പുരുഷന്മാരും ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു. ദാവീദ് അബ്നേരിനും കൂടെയുള്ളവർക്കും വേണ്ടി ഒരു വിരുന്ന് കഴിച്ചു. അബ്നേർ ദാവീദിനോട്, ഞാൻ ചെന്ന് ഇസ്രായേലൊക്കെ യജമാനനായ രാജാവിനോട് ഉടമ്പടി ചെയ്യേണ്ടതിന് അവരെ നിൻ്റെ അടുക്കൽ കൂട്ടിവരുത്തും. അപ്പോൾ നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും രാജാവായിരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബ്നേരിനെ യാത്രയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ ദാവീദിൻ്റെ സേവകരും യോബാബും ഒരു കവർച്ചപ്പട കഴിഞ്ഞ് വളരെ കൊള്ളയുമായി മടങ്ങി വന്നു. എന്നാൽ ദാവീദ് അബ്നേരിനെ യാത്രയക്കുകയും അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നതിനാൽ അവൻ അന്നേരം ദാവീദിൻ്റെ അടുക്കൽ ഇല്ലായിരുന്നു. യോബാബും കൂടെയുള്ള സൈന്യമൊക്കെ വന്നപ്പോൾ നേരിൻ്റെ മകനായ അബ്നേർ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവനെ യാത്രയച്ചു. അവൻ സമാധാനത്തോടെ പോയി എന്നിങ്ങനെ യോബാബിന് അറിവ് കിട്ടി. യോബാബ് രാജാവിൻ്റെ അടുക്കൽ ചെന്നു, എന്താകുന്നു ഈ ചെയ്തത്? അബ്നേർ നിൻ്റെ അടുക്കൽ വന്നിരുന്നുവല്ലോ, അവനെ പറഞ്ഞയച്ചത് എന്ത്? അവൻ പോയല്ലോ. നേരിൻ്റെ മകനായ അബ്നേരിനെ നീ അറിയുകയില്ലേ? നിന്നെ ചതിപ്പാനും നിൻ്റെ പോക്കും വരവ് ഗ്രഹിപ്പാനും നീ ചെയ്യുന്നൊക്കെ അറിവാനുമല്ലോ അവൻ വന്നതെന്ന് പറഞ്ഞു. യോബാബ് ദാവീദിൻ്റെ അടുക്കൽ നിന്ന് പുറത്തിറങ്ങി അബ്നേരിൻ്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ സീരാ കിണറ്റിങ്ങൾ വെച്ച് മടക്കിക്കൊണ്ടുവന്നു. ദാവീദ് അത് അറിഞ്ഞില്ല താനും. അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോബാബ് സ്വകാര്യം പറവാൻ അവനെ പടിവാതിലുകൾ ഒരു ഭാഗത്ത് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ സഹോദരനായ അസാഹേലിൻ്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്ത് കുത്തി കൊന്നുകളഞ്ഞു. ദാവീദ് അത് കേട്ടപ്പോൾ നേരിൻ്റെ മകനായ അബ്നേരിൻ്റെ രക്തം സംബന്ധിച്ച് എനിക്കും എൻ്റെ രാജത്വത്തിനും യഹോവയുടെ മുമ്പാകെ ഒരിക്കലും കുറ്റമില്ല. അത് യോബാബിൻ്റെ തലമേലും അവൻ്റെ പൃഥുഭവനത്തിന്മേലൊക്കെയും ഇരിക്കട്ടെ. യോബാബിൻ്റെ ഗൃഹത്തിൽ സ്രവക്കാരനോ കുഷ്ഠരോഗിയോ വടി കുത്തി നടക്കുന്നവനോ വാളിനാൽ വീഴുന്നവനോ ആഹാരത്തിന് മുട്ടുള്ളവനോ വിട്ടൊഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്നേർ ഗിബെയോനിലെ യുദ്ധത്തിൽ തങ്ങളുടെ അനുജനായ അസഹേലിനെ കൊന്ന നിമിത്തം യോബാബും അവൻ്റെ സഹോദരനായ അബീശായും ഇങ്ങനെ അവനെ കൊന്നുകളഞ്ഞു. ദാവീദ് യോബാബിനോടും അവൻ്റെ കൂടെയുള്ള സകല ജനത്തോടും, ഞങ്ങളുടെ വസ്ത്രം കീറി ചാക്കുശീല ഉടുത്ത് അബ്നേരിൻ്റെ മുമ്പിൽ നടന്ന് വിലപിപ്പീനെന്ന് പറഞ്ഞ് ദാവീദ് രാജാവ് ശവമഞ്ചത്തിൻ്റെ പിന്നാലെ നടന്നു.
അവർ അബ്നേരിനെ ഹെബ്രോനിൽ അടക്കം ചെയ്തപ്പോൾ രാജാവ് അബ്നേരിൻ്റെ ശവക്കുഴിക്കൽ ഉറക്കെ കരഞ്ഞു. സകല ജനവും കരഞ്ഞു. രാജാവ് അബ്നേരിനെക്കുറിച്ച് വിലാപഗീതം ചൊല്ലിയതെന്തെന്നാൽ, അബ്നേർ, നീ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങല ഇട്ടിരുന്നില്ല. നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. സകല ജനവും അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. നേരം വൈകും മുമ്പേ ജനമെല്ലാം ദാവീദിനെ ഭക്ഷണം കഴിപ്പിക്കേണ്ടതിന് വന്നപ്പോൾ, സൂര്യൻ അസ്തമിക്കും മുമ്പേ ഞാൻ അപ്പമെങ്കിലും മറ്റേ യാതൊന്നെങ്കിലും ആസ്വദിച്ചാൽ ദൈവം എന്നോട് തക്കവണ്ണം അധികം ചെയ്യട്ടെന്ന് ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു. ഇത് ജനമെല്ലാം അറിഞ്ഞപ്പോൾ രാജാവ് ചെയ്തതൊക്കെയും സർവ്വജനത്തിനും ബോധിച്ചിരുന്നത് പോലെ ഇതും അവർക്ക് ബോധിച്ചു. നേരിൻ്റെ പുത്രനായ അബ്നേരിനെ കൊന്നത് രാജാവിൻ്റെ അറിവോടെയല്ല എന്ന് സകല ജനത്തിനും ഇസ്രായേലിനൊക്കെ അന്ന് ബോധ്യമായി. രാജാവ് തൻ്റെ ഭൃത്യന്മാരോട്, ഇന്ന് ഇസ്രായേലിൽ ഒരു പ്രഭുവും മഹാനുമായവൻ പട്ടുപോയി എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ബലഹീനനാകുന്നു. സെരൂയയുടെ പുത്രന്മാരായ ഈ പുരുഷന്മാർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാരത്രേ. ദുഷ്ടത പ്രവർത്തിച്ചവൻ അവൻ്റെ ദുഷ്ടതയ്ക്ക് തക്കോണം യഹോവ പകരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു.